ഹായ് ഫ്രണ്ട്സ് വെൽക്കം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ സ്പെഷ്യൽ അണ്ണൻ ചിക്കൻ വെക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 2 കിലോ ചിക്കൻ, അതുപോലെ തന്നെ ഷാസിൻ്റെ റെഡി ടു കുക്ക് മസാലയാണ്. ഞാൻ 2 പാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം ഒരു പാക്കറ്റിന് 1 കിലോ ചിക്കൻ, അങ്ങനെയാണ് കണക്ക് കേട്ടോ. അപ്പോൾ അമ്പാനെ തുടങ്ങിയാലോ. തുടങ്ങാണ്ണ. അപ്പം ഞാൻ ആദ്യം വെച്ചിരിക്കുന്നത് പാനാണ്. പാൻ ചൂടായതിനു ശേഷം സവാള ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്ന ഈ 2-3 ഐറ്റംസ് ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് എനിക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഇഷ്ടമാണ്, കുറച്ച് കുറുകിയിരിക്കുന്നതും കുറച്ച് ടാങ്കി കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2-3 സാധനങ്ങളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുന്നത്, വേണ്ടെങ്കിൽ വേണ്ട, ഓപ്ഷനാണ്. അപ്പോൾ സവോള ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി അതൊന്ന് ബ്രൗൺ ആവണ വരെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നു, അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. ഞാനിതിൽ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തിരുന്നു, പറയാൻ മറന്നു പോയതാണ് കേട്ടോ. നന്നായി ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് അടുത്തത് ഇതിൽ തക്കാളി ഇടാം. തക്കാളി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം തക്കാളിയുടെ കുക്ക് നമുക്ക് അറിയാലോ. കുക്ക് ആയതിനു ശേഷം അത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം, ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കുക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓപ്ഷനിലാണ്. ഇതിന് ശേഷം ഞാൻ കുറച്ച് അലങ്കാരപ്പണിക്ക് കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. മൊത്തത്തിലൊരു കളർഫുൾ ആയിരിക്കട്ടെ അല്ലേ. അപ്പോൾ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളിയും സവോളയും വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. നമുക്ക് നന്നായിട്ട് ഇളക്കി സോട്ടാക്കി അടച്ചു വെച്ച് എടുക്കാം. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് നമ്മുടെ അണ്ണനാണല്ലോ അല്ലേ. സെക്കൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷാസിൻ്റെ ചിക്കൻ കറി പേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സ്പൈസി മസാലയൊക്കെ ഉള്ളൊരു കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. ശരിക്കും മസാലയൊന്നും അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് 1.5 പാക്കറ്റൊക്കെ ഇടേണ്ട ആവശ്യമുള്ളൂ, 1.5-1.25 ഇടേണ്ട ആവശ്യമുള്ളൂ. അത്യാവശ്യം മസാല ഉള്ളതാണ്, പക്ഷേ വളരെയധികം നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് തന്നെ. വളരെയധികം ഈസിയാണ്. നിങ്ങൾക്കൊരു മാക്സിമം ഹാഫ് ആൻ അവർ ഉണ്ടെങ്കിൽ ഈ ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ ഞാനതിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഇനി ഞാനത് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇത് അടച്ചു വെച്ച് നമ്മളിത് തുറക്കുമ്പോൾ ഇതിൽ ഇച്ചിരി എണ്ണ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ മസാല ഒന്നും കൂടി നമ്മുടെ സവോളയുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് ഒന്ന് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. കണ്ടോ, നല്ല ആവി പറക്കുന്നില്ലേ, അടിപൊളി സ്മെല്ലുമാണ് കേട്ടോ. ഇത് തുറന്നിട്ട് ശേഷം ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മുടെ അണ്ണനെ ഞാൻ ഇടാൻ പോവാണ്. കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്യാത്ത ചിക്കനാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായി ഇളക്കിയില്ലെങ്കിൽ ഇതിൻ്റെ മസാല കറക്റ്റായിട്ട് അതിൽ പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് ഞാനൊരു ഏകദേശം ഒരു 10 വട്ടമൊക്കെ ഇളക്കിയിട്ടുണ്ടാവും കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനൊരു 10 വട്ടമൊക്കെ ഇളക്കിയിട്ടുണ്ട് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കറക്കിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിക്കൻ ഉടഞ്ഞൊക്കെ പോവും. അപ്പോൾ ഞാനിങ്ങനെ വട്ടം ചുറ്റി ആണ് ഞാൻ ഇളക്കിയിരിക്കുന്നത്. പിന്നെ ഓപ്ഷണലായിട്ടുള്ള അടുത്ത കാര്യമാണ് വെള്ളം. നമുക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ ഷാസിൻ്റെ പാക്കറ്റിലത്തെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതിലേക്ക് ഒഴിക്കുക ചെയ്തത്. അതൊക്കെ ഓപ്ഷനിലാണ്. വെള്ളം ഗ്രേവി അധികം വേണ്ടാത്തവർക്ക് ഓൾറെഡി ചിക്കൻ കുക്കായി കഴിയുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഒരു ഗ്രേവി ആയിട്ട് ഫോം കിട്ടും. അപ്പോൾ അതല്ല, പക്ഷെ കുറച്ചും കൂടി ഗ്രേവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ എക്സ്ട്രാ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ നന്നായിട്ട് ഇതിനെ ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമ്മുടേതായ ഒരു പാകം, നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യുന്ന ചിലർക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവണം, ചിലർക്കൊരു മീഡിയം ആയിട്ട് കുക്കായാൽ മതി, അങ്ങനെയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്നിങ്ങനെ പതിച്ച് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ആവി കയറി കുക്കാൻ വേണ്ടി ആണ് കേട്ടോ അത് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ രീതികളാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്ന ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്, പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കറിയൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് നന്നായി തിളച്ച് നമ്മുടെ പാകത്തിനുള്ള കറി റെഡിയായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കി ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ബൗളിലേക്കൊക്കെ പകർത്തി നമുക്ക് കഴിക്കാം. എങ്ങനെ നമ്മുടെ കറി
റെഡിയാണ്. അപ്പോൾ ഞാൻ ബൗളിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് കറി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.